ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ചോറൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് മുരിഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് മുളക് പൊടിയും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെ എല്ലാം വെജിറ്റബിളും ചേർക്കാം. ഞാനിപ്പം ക്യാരറ്റ്, ബീൻസ്, ഓണിയൻ, വെളുത്തുള്ളി ഇത് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ, ആർക്കും ഉണ്ടാക്കാം, നല്ല രുചിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പൊന്നസുള്ളതുകൊണ്ട് ഞാൻ സോസൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ചിക്കൻ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, സവോള, വെളുത്തുള്ളി അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായം അതിട്ട് ഒരുപാട് മുരിഞ്ഞ് പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പാനിൽ തന്നെ ആണ് ഞാൻ 2 മുട്ടയൊന്ന് എന്താ പറയുക ചിക്കി പിരിച്ചെടുക്കാമെന്ന് പറയില്ല, അതുപോലെ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ റൈസ് എടുക്കുന്നതനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്ന കേട്ടോ. വെജിറ്റബിൾസ് ഇടുന്നത് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ പാനിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരുപാടൊന്നും ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതും മാറ്റി വെക്കാം. അപ്പം മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്ന ക്യാഷ്യൂ നട്ടില്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറ്. അപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവോള, ബീൻസ്, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഇത്ര ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവുന്ന കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ആവശ്യം ചേർക്കുക. പിന്നെ റൈസിൽ ഉപ്പിട്ട് വേവിച്ചാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നല്ല അതിൻ്റെ രുചിയൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കും, കുറച്ചായിട്ടൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും കേട്ടോ. നമ്മൾ സോസ് ചേർക്കാതെ തന്നെ ഒരു കളർ വരും. ചിക്കൻ വേവിച്ചതിൻ്റെ ആ മുളക് പൊടിയുടെ ഒരു കളർ, അപ്പോൾ ലൈറ്റ് ഒരു കളറുണ്ടാവും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ സോസൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നല്ല അടിപൊളിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പുതിന മല്ലിയില ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നിയല്ല, ചമ്മന്തി, വെള്ളം ചേർക്കാതെ ഇരിക്കുന്നത്, അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതായി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചില്ലി ചിക്കനൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പൊന്നൂസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ
പിന്നെ നമുക്ക് ഈ ബസ്മതി റൈസിന് പകരം നൂഡിൽസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ സെയിം ഇത് വെച്ചിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതാട്ടോ ചമ്മന്തി അരച്ചത്. ഇതും നല്ല അടിപൊളിയാണ്, ചേരും കൂടി നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.